ഹലോ ഫ്രണ്ട്സ്. സോ വെൽക്കം ടു നമ്മളുടെ വേറൊരു വീഡിയോ. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു ലൈഫൊക്കെ ആയിട്ട്. ഓക്കെ, സോ നൗ നമ്മളിപ്പോൾ താങ്ക്സ് ഗിവിങ് ബ്രേക്കിന് ഒന്ന് കറങ്ങാൻ സിയാറ്റിൽ വരെ വന്നതാണ്. ഇന്നലെയാണ് നമ്മൾ എത്തിയത്. സോ നമുക്ക് ഒരു വെനസ്ഡേ ടു സൺഡേ അവധിയാണ്. തേഴ്സ്ഡേ നമ്മൾ ഹാഫ് ഡേ എടുത്തിട്ട് ഇറങ്ങി. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സിയാറ്റിലെത്തി. സോ നമ്മൾ സിയാറ്റിലിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ലെവൻവർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ടൗണിലേക്കാണ് കേട്ടോ. സോ ഇവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ വരുന്ന വഴിക്ക് നല്ല സ്നോ ആയിരുന്നു. ലൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല സ്നോ ആയിരുന്നു. അത് വഴി ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചില്ല, പക്ഷെ കുറച്ചധികം പയ്യെ പോരണ്ടിയൊക്കെ വന്നേ. പിന്നെ പുതിയ സ്ഥലമല്ലേ, ഇപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത്. സോ ഇതൊരു ചെറിയ ടൗണാണ്, ഒരു ജർമ്മൻ ടൗണാണ്. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒക്ടോബറിൽ വരികയാണെങ്കിൽ ഇവിടെ ഒക്ടോബർ ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പനിങ്, ഭയങ്കര പാർട്ടി പ്ലേസ് പോലെയുള്ള ഒരു സ്ഥലമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ഫുൾ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു ചെറിയ യൂറോപ്യൻ ക്രിസ്മസ് ടൗൺ വൈബിൽ വെച്ചേക്കാണ്. സോ ഇന്നലെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കണ്ടു, അങ്ങനെ അത് കണ്ടു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ലെവൻവർത്ത് ഡൗൺ ടൗൺ പോവും. അവിടെ കുറച്ച് ഡൗൺ ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്യും. കുറച്ച് ജർമ്മൻ റെസ്റ്റോറൻറ്റ്സിൽ പോവായിരിക്കും. ഒരു കഫേയോ ഒരു ലഞ്ച് പ്ലേസോ വല്ലതും പോവും. പിന്നെ ഇവിടെ ഒരു റെയിൻഡിയർ എന്തോ മ്യൂസിയം അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് വായിച്ചപ്പോൾ കണ്ടേ. സോ അവിടെ പോവായിരിക്കും. സോ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ചെക്കൗട്ടാണ് ലെവൻവർത്ത് നിന്ന്. എന്നിട്ട് നാളെയും മറ്റന്നാളും നാളെയും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മിക്കവാറും ഇവിടുത്തെ ഒളിമ്പിക് ആൻഡ് വേറെ നാഷണൽ പാർക്ക് ഉണ്ട്, അവിടേക്ക് ആയിരിക്കും പോവുക. സോ ഇന്നത്തെ ദിവസം ഞാനും അപ്പുവും വാവയും മാത്രമേ ഉള്ളൂ. നാളെ മുതൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ ജോയിൻ ചെയ്യും. സോ അങ്ങനെ എന്തായാലും സിയാറ്റിൽ ട്രിപ്പ് നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ ചെയ്യണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സിയാറ്റിൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം അടുത്ത ഡൗൺ ടൗൺ മറ്റോ എത്തിയിട്ട് ഇനി അടുത്ത് കാണാം. ഓക്കെ, സോ നമ്മൾ വന്നിറങ്ങിയതിൻ്റെയും എയർപോർട്ടിൽ നിന്ന് ലെവൻവർത്ത് ഡ്രൈവ് പോയതിൻ്റെയൊക്കെ ഇത്തിരി വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. സോ നല്ല സ്നോ ആയിരുന്നു പോകുന്ന വഴിക്ക്. ആൻഡ് ആ സ്നോയൊക്കെ തരണം ചെയ്ത് നമ്മൾ അവസാനം ലെവൻവർത്ത് എത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ച് സ്നോ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സും എന്താ പറയുക, ആ പൈൻ ട്രീസിൽ സ്നോ ഒക്കെ വീണ് നല്ല ബ്യൂട്ടിഫുള്ളായി കിടപ്പുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. സ്നോ ഒക്കെ പെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കണുണ്ടോ. ലൈക്ക് ഫുൾ പൈൻ ട്രീസ് ആണ് ഇവിടെ മോസ്റ്റ്ലി. അതുകൊണ്ട് ആ പൈൻ ട്രീയുടെ ലീഫിൽ സ്നോ ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അല്ലേ പിക്കു? അല്ലേടാ? നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് ഒരു 5 മിനിറ്റ്സ് പോലും ഇല്ല, അത്രയും ഡ്രൈവേ ഉള്ളൂ. നമ്മൾ എത്തി ഇവിടെ. സോ ഇവിടെ നടന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ. നല്ല തണുപ്പുണ്ട്. അങ്ങനെ എത്ര നടക്കുന്ന നോക്കി അറിയാം ഇനി നമുക്ക്. സോ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചിതാ വന്നപ്പോൾ ഈ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു മെയിനായിട്ട്. സോ രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും, ലൈറ്റൊക്കെ ഇട്ട്
ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. സോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് പിള്ളേർ കണ്ടോ സ്ലഡ്ജ് ചെയ്യണേ. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിക്കുനാണെങ്കിൽ ഇപ്പോൾ സ്നോ വാരണം, സ്നോയിൽ കളിക്കണം. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുണ്ട്. ഞാൻ തെർമൽസ്, സ്വെറ്റർ, ഹീറ്റഡ് ജാക്കറ്റ്, അതിൻ്റെ ഒരു സാദാ ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടൊക്കെയാണ് എൻ്റെ കളികൾ ഇവിടെ. ആക്ച്വലി എനിക്ക് വിൻ്ററിൽ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും വിൻ്റർ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിലും ഇഷ്ടം സമ്മർ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഇത്ര കഷ്ടപ്പാടില്ലല്ലോ, ഇത്ര വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഇട്ട് നടക്കണ്ട, ഫ്രീ ആയിട്ട് നടക്കാം. ഓക്കെ, പക്ഷേ വിൻ്ററിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്നോ ഒക്കെ പെയ്ത് മൗണ്ടൻസും മരങ്ങളും ഒക്കെ നിൽക്കണം കാണാനും. പിന്നെ ഈ ക്രിസ്മസ് ഡെക്കോർ, അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഒരു ഒരു ഹാപ്പി ആൻഡ് പോസിറ്റീവ് വൈബാണ്. പക്ഷേ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഇതുണ്ടോ മൗണ്ടൻസ് ആൻഡ് പൈൻ ട്രീസിലൊക്കെ നിറച്ച് സ്നോ ഒക്കെ കിടക്കുന്ന. ബാക്കി എന്തൊക്കെ കാണും നോക്കട്ടെ. ഹായ് പറഞ്ഞോ ബിക്കു. ഹായ്. സോ നമ്മളിവിടെ ഒരു ജിഞ്ചർ ബ്രെഡ് കോഫിയിൽ സ്റ്റോപ്പ് ചെയ്തു. ഒരു കോഫി എന്തെങ്കിലും കുക്കിയൊക്കെ കഴിക്കാൻ. ആൻഡ് നമ്മൾ വാങ്ങിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ആ കഫേയുടെ എൻട്രൻസ്. ലൈക്ക് പ്രിറ്റി ക്യൂട്ട്. ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോറൊക്കെ വെച്ച് അവർ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഞാനൊരു വൈറ്റ് മുക്ക, അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ്. താങ്ക് യു. നമ്മൾ ആ കഫേയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വിൻഡോ ഷോപ്പിൽ കയറി. പിക്കുവിൻ്റെ ഷൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പിക്കുവിന് സ്നോ ബൂട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് വിൻ്റർ സോക്സ്, പിക്കുവിനൊരു ഗ്ലൗസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ ഇറങ്ങിക്കുക. ഇതൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തുറക്കും തോന്നുന്നു. ലൈക്ക് കുറേ ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ട് ഇവിടെ. വൈകുന്നേരം ആക്ച്വലി ഇവിടെ വേറൊരു വൈബായിരിക്കും. കുറേയൊക്കെ ഫുഡ് പ്ലേസസ് തുറന്നിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള. പിന്നെ ഈ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസൊക്കെ കുറച്ച് കഴിയുമ്പോൾ തുറക്കുമായിരിക്കും. ഇവിടെ നമ്മളൊരു ജർമ്മൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു വൈബ് സ്ഥലമായിരുന്നു കേട്ടോ. ഓപ്പൺ ആയിരുന്നു, ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ഹീറ്ററുള്ള ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് അവിടെ സീറ്റിംഗ് ഒക്കെ സെറ്റാക്കി അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ പോയി ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ആ റെസ്റ്റോറൻറ്റ് അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുക ചെയ്യണം. നമ്മൾ അതിന് ചുറ്റുമുള്ള ഒരു ക്രിസ്മസ് കടയിലും അല്ലാതെ തന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള കുറച്ച് ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാൻ തുടങ്ങുമായിരുന്നു.
അങ്ങനെ നമ്മൾ ലെവൻവർത്ത് നിന്ന് ഇവിടെ സിയാറ്റിൽ ഡൗൺ ടൗൺ എത്തി നമ്മൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഇനി ഒന്ന് ഡൗൺ ടൗൺ കറങ്ങാൻ പോവായിരിക്കും. സോ കഴിച്ചിട്ട് ഡൗൺ ടൗൺ ചുറ്റി കാണിക്കാം. സോ ഡൗൺ ടൗൺ ചെറിയ ക്ലിപ്സ് ആൻഡ് പീസസ് ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു നാഷണൽ പാർക്കിലേക്കാണ് പോണേ. സോ അവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടായിരിക്കും. അപ്പം ഇന്ന് രാത്രിയേ ഉള്ളൂ ഡൗൺ ടൗൺ കാണാനുള്ള സമയം. അപ്പോൾ ചില ഗ്ലിംപ്സ് ആൻഡ് പീസസ് ആഡ് ചെയ്ത് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കും മോസ്റ്റ്ലി. ആൻഡ് അടുത്ത വ്ളോഗ് നമ്മളൊരു നാഷണൽ പാർക്കിൽ കാണാം. ഓക്കെ, കണ്ടോ പിക്കു എന്നെ വെയിറ്റ് ചെയ്യണു. പിക്കുന് ഡൗൺ ടൗൺ പോകാൻ തിരക്കായി. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡൗൺ ടൗൺ ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടുത്തെ ലൈറ്റ്സും ജൈന്റ് വീലും ഒക്കെ കണ്ട് അങ്ങനെ ചെറുതായിട്ടൊരു കറക്കൊക്കെ കഴിഞ്ഞ് എന്നെയും വാവേനെയും അപ്പോൾ തിരിച്ച് ഹോട്ടലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പോൾ 2 ഫ്രണ്ട്സിനെ കൂടെ പിക്ക് ചെയ്യാൻ പോയി. സോ നമ്മുടെ നെക്സ്റ്റ് ഡേ മുതൽ അവർ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഹോട്ടലിൽ ചെന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. Don't need no education, no.